നമസ്കാരം. ഇന്ന് കവിതയും കഥയും ട്രാവൽ വ്ളോഗൊന്നല്ല, ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണേ. ഓണം ലുക്ക്, അതാണ് ഇന്നത്തെ മേക്കപ്പ് വീഡിയോ. ഇന്ന് മേക്കപ്പ് ചെയ്യണത് ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ആൾക്കാർ, എന്താ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യണേ, എന്താണ് സ്കിൻ കെയർ ചെയ്യണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ്, കുറച്ച് കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, മേക്കപ്പ് വീഡിയോ. അതിൽ നിന്ന് വലിയൊരു മാറ്റം ഒന്നും പറയാനില്ല, പക്ഷെ 1-2 പ്രോഡക്റ്റ്സ് ചേഞ്ചായി. ഞാൻ ഒട്ടും മേക്കപ്പായിട്ട് ഒരു എന്താ പറയുക, മേക്കപ്പ് പ്രോഡക്ട്സിനോടൊന്നും വലിയ അങ്ങനെ ഒരു ഞാൻ നോക്കി വാങ്ങുക അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല. എനിക്ക് കംഫർട്ടബിളായ എന്താണോ അത് വാങ്ങാൻ ഞാൻ ചെയ്യാറ്. പിന്നെ സിമ്പിൾ മേക്കപ്പും കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പും 2 ലുക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. സിമ്പിൾ മേക്കപ്പ് എന്ന് പറയുമ്പം വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമിന് പെട്ടെന്ന് ഇപ്പോൾ ഒരു 1 hourലൊക്കെ തീരുന്ന പ്രോഗ്രാം, എന്തെങ്കിലും ഇനോഗ്രേഷനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ടേ ചെയ്യാറുള്ളൂ. അതായത് ഫൗണ്ടേഷനൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ലുക്ക് കാണിക്കാം ആദ്യം. പിന്നെ കുറച്ച് കൺസീലറും എന്താ പറയുക, കൺസീലർ പ്ലസ് ഫൗണ്ടേഷനുള്ള മേക്കപ്പ്, ശരിക്കും പ്രോപ്പറായിട്ടുള്ള സാധനം, അതായത് നന്നായി ഹെവി ആയിട്ട് തോന്നുന്ന ഒരു ലുക്ക്, അതായത് വലിയ ഷോസിനൊക്കെ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങനെയും കാണിക്കാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് മുഖത്ത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. ഞാൻ ഒരു സാധാരണ ഫേസ് വാഷാണ് യൂസ് ചെയ്യണേ, ഹിമാലയയുടെ. അതിട്ട് മുഖം കഴുകി, എന്നിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, വെറുതെ ഒരു മോയ്സ്ചറൈസർ, ലിപ് ബാമും ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്, എനിക്ക് കോൺടാക്ട് ലെൻസ് വെക്കണം, കാരണം നല്ല കട്ടി കണ്ണടയാണ്, നല്ല പവറുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അത് മാറ്റി ആദ്യം കോൺടാക്ട് ലെൻസ് വെക്കണം, എന്നിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ. എൻ്റെ ഒരു 1 day ഡിസ്പോസിബിൾ കോൺടാക്ട് ലെൻസാണ്. അത് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഷോപ്പിൽ നിന്ന്, തൃശ്ശൂർ ലെൻസ് ആൻഡ് ഫ്രെയിംസ് എന്നാണ് ഇത് മേടിക്കാറ്. അപ്പോൾ ആ കോൺടാക്ട് ലെൻസ് ഞാൻ വയ്ക്കാൻ പോണു. ഓ മൈ ഗോഡ്, തട്ടിപ്പോയി ഗൈസ്. ഓക്കെ, ഞാൻ കൈയൊക്കെ സോപ്പിട്ട് കൈക്ക് വന്നിട്ടുള്ള കേട്ടോ, എന്നിട്ടേ കോൺടാക്ട് ലെൻസ് എടുക്കാൻ തന്നെ പാടുള്ളൂ. അപ്പോൾ ഞാനത് വെക്കട്ടെ. ചില നേരത്ത് ഇത് ഭയങ്കര പെട്ടെന്ന് വയ്ക്കാൻ പറ്റും, ചില നേരത്താണെങ്കിൽ പറ്റേയില്ല. ഓക്കെ, ഇന്ന് ഭാഗ്യമുള്ള ദിവസമാണ്, ആദ്യത്തെ കറക്റ്റായിട്ടിരുന്നു. ഓ അത്ഭുതം, കോണ്ടാക്ട് ലെൻസ് കറക്റ്റായിട്ട് ഫിറ്റായി ഗൈസ്. എൻ്റെ ഒരു എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു വിശ്വാസം പോലെ, എന്താ പറയുക, ഇത് ആദ്യമേ അങ്ങോട്ട് ഇരുന്ന പ്രോഗ്രാമൊക്കെ നല്ല എന്താ പറയുക ഭംഗിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒക്കെ വെറുതെയാണ്. എന്നാലും ഇത് വെച്ച് കഴിഞ്ഞ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാൽ ഒരു വലിയ കടമ്പ കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ കോണ്ടാക്ട് ലെൻസ് വെച്ചു. എൻ്റെ കണ്ണിന് നല്ല ക്ഷീണമുണ്ട് അല്ലേ, എനിക്ക് നല്ല ഉറക്കത്ര ശരിയായില്ലായിരുന്നു. പിന്നെ ഐസ് ക്യൂബ്സിൽ മുഖം വെച്ചിട്ടുള്ള എന്തോ പരിപാടി ഉണ്ട്, പക്ഷെ അതൊക്കെ ചെയ്യാൻ എനിക്ക് പേടിയാണ്, കാരണം നല്ല സൈനസിൻ്റെ ഇൻഫെക്ഷൻ എനിക്കുണ്ട്. സൈനസ് പെട്ടെന്ന് അജിറ്റേറ്റ് ആവും. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ വീർത്ത മുഖം കൊണ്ട് തന്നെ, ചെറിയ കണ്ണുകൊണ്ട് തന്നെ നമ്മളിന്ന് പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. എൻ്റെ ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഫേസ് വാഷിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക ദിവസവും ചെയ്യുന്ന കാര്യം, വിർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് വെന്ത വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് നല്ലോണം മുഖം മസാജ് ചെയ്തിട്ട്, അത് ഞാൻ വേറെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുഖം നല്ലോണം മസാജ് ചെയ്തിട്ട് ഒരു 1/2 hour വെക്കും. അത് തന്നെയാണ് ഞാൻ ഹെയറിനും ചെയ്യുന്നത്. വിർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഹെയറിലും പുരട്ടണേ. മുഖത്ത് അത് പുരട്ടി ഒരു 1/2 hour ഇരുന്നിട്ട് ആണ് ഞാൻ, കൺമഷിയും എല്ലാം പോവുകയും ചെയ്യും. മുഖമൊക്കെ നല്ല, എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ അത് കാരണം അത് മുഖം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കുറച്ച് നേരം 1/2 മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ കുളിക്കുമ്പോൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂഷ്വൽ സ്കിൻ റൂട്ടീൻ. അപ്പോൾ അത് കഴിഞ്ഞു, ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി ക്ലീൻ ചെയ്തു, എന്നിട്ട് പിന്നെ മോയ്സ്ചറൈസർ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് അഗെയിൻ മുഖമൊക്കെ നല്ലപ്പോൾ ക്ലീൻ ആയിട്ടായിരിക്കണേ, അത് കാരണം മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ തുടങ്ങണു. മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യണ പ്രോഡക്റ്റ് ഈ ഒരു സാധനമാണ്, ഈ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യണേ. ദാറ്റ് ഈസ്
പോൺസ് ഫ്ലോലെസ് റേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈവൻ ടോൺ ഗ്ലോ എന്നാണ് ഇതിൽ എഴുതിയേക്കണം. മോയ്സ്ചറൈസിങ് ഡേ ക്രീമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഈ കുറച്ച് എന്താ പറയുക, ഈ സൺബേൺ മാർക്സ് ഉണ്ടാവുമല്ലോ, സൺൻ്റെ UV റേസ് അടിച്ചിട്ടുള്ള കുറച്ച് മാർക്സ് ഒക്കെ ഉണ്ട് മുഖത്ത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇതൊരു ഫെയ്ഡാക്കും, പ്ലസ് ഒരു ടിൻറ്റഡ് ഒരു ലുക്കും തരും. വേറെ ഒരു മേക്കപ്പും ഞാൻ ഇടാറില്ല. സാധാരണഗതിയിൽ എവിടെയെങ്കിലും പോകുമ്പം ഇത് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണതാണ്. ഇത് ഞാൻ ഇവിടുന്നല്ല മേടിക്കാറ്. ദുബായിൽ UAE എവിടെയെങ്കിലും ആരെങ്കിലും പോകുമ്പോൾ കൊണ്ടുവരികയാണ് പതിവ്. നാട്ടിൽ ഞാനിത് ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് അത്രയും കൂടെ സാറ്റിസ്ഫൈഡ് ആയില്ല. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ എന്തോ ഒരു വ്യത്യാസം. അപ്പോൾ ഞാനത് ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ കൊണ്ടുവരിക പതിവ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ക്രീം, പോൺസ് ഫ്ലോലെസ് റേഡിയൻസ് ഡേ ക്രീം ട്ടോ, മോയ്സ്ചറൈസിങ് ഡേ ക്രീം. ഡേയും നൈറ്റും ഉണ്ട്. ഇത് SPF 30 ആണ്. ഇത് പോരാ, സൺസ്ക്രീൻ വേറെ നമ്മൾ ഇടണം. എന്നാലും ഇത് SPF 30 ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം. ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ടിടും, കാരണം വേറെ ഞാൻ മേക്കപ്പ് ഒന്നും ഫസ്റ്റ് ലുക്കിൽ ഇടുന്നില്ല. അത് കാരണം ഇത് ധാരാളം എടുത്ത് ഇടണം. അപ്പം ഞാൻ പൊട്ട് മാറ്റണു. ഓക്കെ, ഇതിട്ടപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു എന്താ പറയുക, കുറച്ചൊരു പ്ലംപി ആയ പോലെയൊക്കെ തോന്നണില്ലേ? അത് എനിക്ക് മാത്രമാണോ തോന്നല്? പ്ലംപി ആയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. മറ്റേ ഇങ്ങനത്തെ കുറേ മാർക്സൊക്കെ കുറച്ചിങ്ങനെ ഫെയ്ഡായ പോലെയൊക്കെ ആവും. അങ്ങനെ അത്യാവശ്യം സെറ്റപ്പ് ക്രീമാണിത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വൃത്തി മുഖത്തിന് വന്നില്ലേ? അപ്പോൾ ബേസിക് വൃത്തി വേണ്ട സ്ഥലത്തേക്ക് ഞാനിങ്ങനെയാണ് എന്താ പറയുക, ഈ ക്രീം അപ്ലൈ ചെയ്യാറ്. ഇത് ഇവിടുന്ന് വാങ്ങിയാൽ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിയാൽ എത്ര കൊണ്ട് നന്നാവുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കോംപ്ലക്ഷനും നോക്കിയിട്ട് വാങ്ങുക, നിങ്ങളുടെ സ്കിൻ ടോണിന് ചേർന്നതാണെങ്കിൽ മാത്രം. അപ്പോൾ ഇതിട്ട് നോക്കി വാങ്ങേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അതിട്ട് കഴിഞ്ഞു. ഇതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സൺസ്ക്രീനിലേക്ക് പോവാം. നെക്സ്റ്റ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യണത് UV ഡോക്സിൻ്റെ SPF 50+ ആയിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രം UVA UVB അങ്ങനത്തെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണ്. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഞാനൊരു പ്രാവശ്യം ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പം ഇങ്ങനെ ഈ മാർക്കൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ തന്നതാണ് കേട്ടോ. ഇതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് എടുക്കാൻ നല്ലത്. അപ്പോൾ ഞാൻ കുറേ എടുക്കുന്നുണ്ട് സൺസ്ക്രീൻ. ഒരു ചെറിയൊരു ടിൻറ്റഡ് ലുക്ക് കിട്ടും മുഖത്തൊരു ഇച്ചിരി കൂടി ഒരു കവറേജ് കിട്ടും ഇതിടുമ്പോൾ. പക്ഷെ അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇടരുത്. ഞാൻ കുറച്ചൊക്കെ ഇടാറുണ്ട്, എന്നാലും എനിക്കിഷ്ടമാണ് സൺസ്ക്രീൻ ഇടാൻ. അപ്പോൾ അതിടാം. ഓക്കെ, സൺസ്ക്രീൻ ഇട്ടു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. സൺസ്ക്രീൻ മുഖത്തൊക്കെ പിടിക്കട്ടെ. എൻ്റെ കണ്ണ് ഭയങ്കര ഇതായിട്ടായിരിക്കണം കേട്ടോ. എന്താണാവോ, ഭയങ്കര ഇടുങ്ങിയിട്ടായിരിക്കണം. ഓക്കെ, കണ്ണെഴുതി നോക്കാം. ചില ദിവസം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ്, ഈ പറഞ്ഞ പോലെ കണ്ണൊക്കെ ഇടുങ്ങിയ ദിവസമാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കൺസീലറും കൂടി ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഞാൻ പറയാം. ഡേർമ കളറിൻ്റെ, അയ്യോ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. എന്താ ഉണ്ടായിച്ചാൽ എൻ്റെ ഒരു എന്താ പറയുക, ഹൈലൈറ്ററിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അത് പൊട്ടി. അത് ബാഗിലിരുന്ന്, എൻ്റെ മേക്കപ്പ് ബാഗിലിരുന്ന് പൊട്ടി. മേക്കപ്പ് ബാഗിലിരുന്ന് പൊട്ടിയിട്ട് അതിൻ്റെ സാധനങ്ങൾ മുഴുവൻ എൻ്റെ എല്ലാ പ്രോഡക്ട്സിലേക്കും പിടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൃത്തികേടായിട്ട് ഈ സാധനം ഇരിക്കണേ. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഫേവറേറ്റാണ് ഡേർമ കളർ, ക്രയോലൻ്റെ ഡേർമ കളറ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ കൺസീലറായിട്ട് യൂസ് ചെയ്യണത്. ജസ്റ്റ് ആ ഒരു കണ്ണ് എന്താ പറയുക, ഡാർക്കായിട്ടുള്ള ഏരിയയിൽ മാത്രം. ഇവിടെയൊക്കെ കണ്ണട വെച്ചിട്ടൊക്കെ കുറച്ച് പാടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് മാത്രം ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത്
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചെറിയ കൺസീലറും ഇട്ട് കൊടുത്തു. ഇനി ഇത്രയേ ഉള്ളൂ. ഇത്രേ എൻ്റെ ടോൺ കറക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി സാധാരണ സാധനങ്ങളാണ്. കൺമഷി, ഐലൈനർ, പിന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ മസ്കാര, ഐ ഷാഡോ അതൊക്കെ ഇടാം. ഇതാണ് എൻ്റെ ബേസിക്. എൻ്റെ ഒരു സ്കിന്നിനെ ഒന്ന് ഈവൺ ആക്കി അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത കണ്ണെഴുതാം, ഐബ്രോസ് ചെയ്യാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ലുക്ക് റെഡി. ഓക്കെ, ഞാനിപ്പോൾ പുതിയത് മേടിച്ചൊരു സാധനം കാണിച്ചു തരാം. ചെത്തട്ടെ. ഇതാണ് റെനിയുടെ കൂൾ പെൻസിൽ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പം കണ്ണെഴുതാൻ കാജലായിട്ട് യൂസ് ചെയ്യണേ. ഇത് കുറേ കാലമായിട്ട് ഞാനിങ്ങനെ വാങ്ങണം വിചാരിച്ചു. കുറച്ച് വില കൂടുതലാണ്. എത്ര വില? 300 റുപ്യ. ഞാൻ ആക്ച്വലി കൊളോസൽ അല്ലെങ്കിൽ ഈ ഐക്കോണിക്ക മേടിക്കാറ്. അതിന് ഇത്ര വിലയില്ല, 150 രൂപയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ മേടിക്കാറ്. ഇത് ഇത്തിരി വില കൂടുതലായതുകൊണ്ട് ഞാൻ നൈസായിട്ട് ആനന്ദേട്ടന് ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ലിങ്ക് അയച്ചു. ഇത് ഞാൻ മേടിക്കാമെന്ന് വിചാരിക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ ആനന്ദേട്ടൻ അത് ഓർഡർ ചെയ്തു. എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത്. ഞാൻ അധികം അങ്ങനത്തെ ഒന്നും സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്സും അതെ. എൻ്റെ കയ്യിലിപ്പോഴുള്ള എല്ലാം ആനന്ദേട്ടനാണ് മേടിച്ചിരിക്കുന്നത്. ആനന്ദേട്ടൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി തരാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ലിപ്സ്റ്റിക്സൊക്കെ ആനന്ദേട്ടനാണ് മേടിച്ചത്. ഇതും മേടിച്ചത് ആനന്ദേട്ടനാണ്. എനിക്ക് കോസ്മെറ്റിക്സ് അങ്ങനെ തീരെ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, വാങ്ങാൻ അത്ര ഇഷ്ടമല്ല. എനിക്ക് നടുവേ അനിച്ചുടങ്ങി ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ഒരു കുഷ്യൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ റെനിയുടെ ഈ ഒരു കാജൽ, ഈ കാജലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കോണ്ടാക്ട് ലെൻസിൽ പോയിട്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നോക്കട്ടെ, കാണുമ്പോൾ രസമുണ്ട്. അത് കാരണം ഞാൻ എഴുതുക. ഓക്കെ, കണ്ണെഴുതൽ കഴിഞ്ഞു. കണ്ണടിയിൽ എഴുതി. ഇനി മുകളിൽ ഇതുകൊണ്ട് തന്നെ ഞാൻ എഴുതണേ. ചെറുതായിട്ടൊന്നും പാളി, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. കണ്ണെഴുതി. ഇനി ഐ ഷാഡോ ഇടണം. ഐ ഷാഡോ എന്ന് പറയുമ്പം ഇതിൻ്റെയും പുറത്ത് ഇത്തിരി വൃത്തികേടായിരിക്കുക. കാരണം മറ്റേ കൺസീലർ ചതിച്ചതുകൊണ്ട്, കൺസീലർ തട്ടിപ്പോയതുകൊണ്ട്. എങ്കിലും ഞാൻ കാണിക്കുകയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം ഞാൻ എവിടെ നിന്നോ മേടിച്ചതാണ്, നയിക്കെന്നാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇടുക. ഇതിലൊരു ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഇതാ. അപ്പോൾ ഞാനത് ഇടണം. ഇതൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ഇടാറ് കേട്ടോ. എനിക്ക് ഇതിന് ബ്രഷൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഇവിടെ ഒരു പാടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് അത് ഞാൻ പണ്ട്, അതിപ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയാം. അത് ഞാൻ പണ്ട് സ്കൂട്ടറിൽ നിന്ന് വീണതാണ്. സ്കൂട്ടറിൽ നിന്ന് അതിവിദഗ്ധമായി വീണു. ഒരു ബൈക്ക് ഇടിച്ചിട്ട് വീണു. എന്നിട്ട് പൊട്ടിയതാണ്. സ്വിച്ചൊക്കെ ഇട്ടതാണ്. ഓക്കെ, ഇനി മസ്കാര ഇത് ലോറിയലിൻ്റെ വോള്യൂം മില്ലൻ ലാഷസ് എന്ന് പറഞ്ഞിട്ടൊരു മസ്കാരയാണ്. അടിപൊളിയാണ്. കുറേ ലാഷസ്, വോള്യൂം മില്ലൻ ലാഷസ് തന്നെ തോന്നിക്കും. ഓക്കെ, ഇനി ഐബ്രോസ് ചെയ്യണം. ഐബ്രോസ് ഇത് ലാസ്റ്റിംഗ് ഡ്രോ ഡിഫൈനർ പെൻസിലാണ്. ചേംബർ എന്ന് തന്നെയല്ലേ ഇനി പറയുക? ഏതൊരു ബ്രാൻഡ്. ചേംബർ എന്ന് എഴുതിയേക്കാം, വായിക്കണേ. ഇപ്പോൾ വേറെ എന്തെങ്കിലുമാണോ വായിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇടയായിട്ട് എനിക്ക് ഐബ്രോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എന്താണെന്ന് അറിഞ്ഞൂടാ. പണ്ട് ഞാൻ തൊടില്ലായിരുന്നു, ഒരു ഐബ്രോ പെൻസിൽ പോലും ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പം എനിക്കതൊരു ഭയങ്കര ക്രേസാണ്. സെറ്റായില്ലേ? എന്താണെന്ന് അറിഞ്ഞൂടാ, ഐബ്രോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതിപ്പോൾ ഓരോ പ്രായത്തിൻ്റെ ഓരോ ചാബല്യങ്ങളായിരിക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് വന്നു തുടങ്ങി. ലിപ് ബാം ഞാൻ യൂസ് ചെയ്യണേ ഹിമാലയയുടെ ലിപ് കെയർ ആണ്. അതൊരു സ്റ്റിക്കാണ്. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് ഭയങ്കര അവിടുത്തെ നമുക്കറിയാലോ, ഭയങ്കര ചൂടാണ്, ഡ്രൈനെസ്സുമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏതൊക്കെ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടും എനിക്ക് സ്കിന്നിനൊരു ലിപ്സിന് ഒരു മാറ്റം ഉണ്ടാകില്ല, ഭയങ്കര ഡ്രൈ ആയിരുന്നു. ആ സമയത്ത് ഞാൻ വാങ്ങി യൂസ് ചെയ്തതാണ് ഈ ഹിമാലയയുടെ ലിപ് കെയർ. അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോൾ ഒരു 5 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഹിമാലയയുടെ തന്നെയാണ് യൂസ് ചെയ്യണേ ലിപ് കെയർ. അന്ന് ഞാൻ കൊക്കോ ബട്ടറാണ് യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം അത് കിട്ടാത്തതുകൊണ്ട് ലിച്ചിയാണ്. എനിക്ക് കൊക്കോ ബട്ടറാണ് ഇഷ്ടം. അപ്പം അങ്ങനെ. ഇനി ലിപ്സ്റ്റിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെബലിൻ ന്യൂയോർക്കിൻ്റെ 799 ആണ് കാണുന്നത്. മോർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അനന്തേട്ടൻ മേടിച്ചതാണ്. ഇതാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കിന് എപ്പോഴും നല്ലതായിരിക്കും ഇത്. അതിടാം. ഓക്കെ, സെറ്റല്ലേ? ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാം. അയ്യോ, ബ്ലഷ് ഇടാൻ മറന്നു. ബ്ലഷാണ് എൻ്റെ മെയിൻ സാറേ. ഇത് ഞാൻ ഉപയോഗിക്കണ പ്ലമ്മിൻ്റെ ഒരു ബ്ലഷാണ്. ടച്ച് ആൻഡ് ഗോ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. അത് ലിപ്പിൽ ഇടുന്നില്ല, ചീക്കിൽ മാത്രം. അപ്പോൾ ബ്ലഷ് ഇട്ടു ആൻഡ് സെറ്റായി. ഇനിയൊരു ഹൈലൈറ്റർ വേണമെങ്കിൽ ഇടാം, ഓപ്ഷണലാണ്. രാത്രി ഒക്കെ പോവുകയാണെങ്കിൽ ഹൈലൈറ്റർ വേണ്ടു, അല്ലെങ്കിൽ ഹെവി ലുക്കിന് ഹൈലൈറ്റർ വേണ്ടു. അപ്പോൾ നമുക്ക് ഇനി പൊട്ട് വയ്ക്കാനുണ്ട്. പൊട്ട് വെക്കണം. പിന്നെ ലുക്ക് 1 നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഡ്രസ്സ് ഇത്തിരി ലൂസാണ്. എനിക്കിപ്പോൾ കിട്ടിയുള്ളൂ. അത് കാരണം എനിക്കതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം എഴുന്നേറ്റുന്ന്. അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അതിപ്പോൾ മുടി ഇപ്പോൾ തൽക്കാലം വീണ്ടും കെട്ടിക്കാം. ലാസ്റ്റ് ചെയ്യാം. എനിക്ക് മുടി എന്താ ചെയ്യേണ്ടതെന്ന് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ബാക്കി പരിപാടികൾ കഴിയട്ടെ. ഞാനിപ്പോൾ ഇടാൻ പോണത്, ഇതിനൊരു കമ്മലിടാൻ പോണു. കാണുന്നുണ്ടോ കമ്മല്? ഇങ്ങനെ പിടിച്ചാലേ കാണുള്ളൂ അല്ലേ? ഓക്കെ, ഈ ഒരു കമ്മലാണ് ഞാൻ ഇടാൻ പോണേ. ഈ മാല ഞാൻ ഒഴിവാക്കുകയാണ്. കമ്മലിട്ടു. ഇനി പൊട്ട് വയ്ക്കട്ടെ. ഓക്കെ, മുടി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ കോംബ് ചെയ്തിട്ട്, സെറമില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് ഞാൻ ഹെയർ സെറം ഇടാൻ പോണു. കുറച്ചെടുത്ത് നന്നായിട്ട് മുടിയിൽ തേച്ച് ഉരുട്ടി പിടിപ്പിക്കണം. ഞാൻ മുടിയൊന്ന് മെടഞ്ഞിട്ടാലോ എന്ന് ആലോചിക്കാം. അത്രയ്ക്ക് കുഞ്ഞു മുടിയാണ്, ഷോർട്ട് ഹെയർ ആണ്. വെട്ടി ഷോർട്ടാക്കിയതാണ്. അപ്പം ആ മുടി മെടഞ്ഞിട്ട് ഓക്കെ, മുടി ഞാൻ പിന്നിൽ ബ്രെയ്ഡ് ചെയ്തിട്ടിരിക്കുക. ഇവിടെ സ്ട്രാൻഡ് എടുത്തിടണം എന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഫൈൻ. ഞാൻ അയണറൊന്നും മേടിച്ചിട്ടില്ല. കാരണം മേടിച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യും. അത് കാരണം ഞാൻ അയണർ മേടിക്കാണ്ട് ഒപ്പിക്കുകയാണ് ഓരോ സൂത്രപ്പണിയൊക്കെ ചെയ്തിട്ട്.
അപ്പം ദിസ് ഇസ് ഓക്കെ. ദെൻ മുല്ലപ്പൂ. മുല്ലപ്പൂ പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ മുല്ലപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചേ വയ്ക്കുള്ളൂ, പക്ഷേ എനിക്കിഷ്ടമാണ് വയ്ക്കാൻ. സോ നമ്മൾ മുല്ലപ്പൂ എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ. യെസ്, മുല്ലപ്പൂ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് മുല്ലപ്പൂ ഇങ്ങനെ വെക്കും. എനിക്കറിയില്ല മുല്ലപ്പൂ വെക്കാൻ, പക്ഷെ സ്റ്റിൽ മുല്ലപ്പൂ വെക്കണമല്ലോ. അതല്ലേ ഓണത്തിൻ്റെ ഒരു ഫീൽ, അതല്ലേ. അപ്പം അത് കാരണം മുല്ലപ്പൂ വെക്കണം. എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ആലോചിക്കട്ടെ. എനിക്ക് ക്ലിപ്പൊന്നുമില്ല മുല്ലപ്പൂ വെക്കാൻ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഒരു സെറ്റപ്പ് ഉഡായിപ്പിൽ വെച്ചിരിക്കുകയാണ്. അറിഞ്ഞുകൂടാ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ബാക്കിൽ നിന്നും ആരും നോക്കാനും പറയാനും ഒന്നും ഇല്ല ഇവിടെ. ചന്തു സ്കൂളിൽ പോയിരിക്കുകയാണ്, ആനന്ദേട്ടനും ഓഫീസിലാണ്. അപ്പോൾ അത് കാരണം നോബഡി ടു ടേക്ക് കെയർ ഓഫ് മീ ഓർ മൈ ലുക്സ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ദിസ് ഈസ് മൈ ഓണം ലുക്ക് 1. എങ്ങനെയുണ്ട്? ഗുഡാണോ? അയ്യോ, മുടിയൊക്കെ പോയി. ഓക്കെ, ദിസ് ഈസ് എ സിമ്പിൾ ലുക്ക് ഓഫ് മൈൻ. വലിയൊരു ഇയറിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മാല ഇട്ടിട്ടില്ല. മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഐ ഷോ യു. ഇത് ആമസോണിൽ ഞാൻ മേടിച്ചതാണ്. ജസ്റ്റ് ഒരു 899 ഒക്കെ അത്രയേ ഉള്ളൂ ഈ ഡ്രസ്സിന്. ഇതൊരു ഓണത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം അത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് ലുക്കാണ്, ലുക്ക് 2. അതിന് ഞാൻ കുറച്ചും കൂടി പുട്ടിയിടും, കുറച്ചും കൂടി മേക്കപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെവി മേക്കപ്പായിട്ട് ഒരു സിമ്പിൾ ഒരു കുർത്തയാണ് ഇടാൻ പോണേ. വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഉണ്ടല്ലോ, അതാണ് സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഞാൻ അതിൻ്റെ ഹെയർ അഴിച്ചിട്ടില്ല, ഹെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ മേക്കപ്പിൻ്റെ മോള് കൂടെ, അതായത് കുറച്ച് ഞാൻ തുടച്ച് കളഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ലുക്ക് കാണിക്കുകയാണ്. ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ വലിയ പ്രോഗ്രാംസിനൊക്കെ ചെയ്യുന്ന ലുക്കാണ്. അത് ഞാൻ പെട്ടെന്ന് ചെയ്യാണ്, കാരണം ചന്തു ഇപ്പം എത്തും. ചന്തുവിനെ ആനന്ദേട്ടൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ആദ്യമേ തുടങ്ങാനുള്ള സമയമില്ല. അത് കാരണം ഞാൻ ഈ ബ്ലഷ് തുടച്ച് മാറ്റിയിട്ട് ലിപ്സ്റ്റിക്കും മാറ്റിയിട്ട് ഞാൻ എന്താണ് യൂസ് ചെയ്യണ സാധനം എന്നുള്ളത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, വേറെ ഒന്നും ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, ഒട്ടോടിയിരിക്കട്ടെ. ഞാൻ ബ്ലഷ് തുടച്ച് കളയുന്നു. മുടി ബാക്ക് ടു ഇങ്ങനെ കെട്ടിക്കാൻ പോവാം, കാരണം മുടി മുടിക്ക് കിടക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ കെട്ടി വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഡെർമയുടെ തന്നെ, അതായത് ശരിക്കുള്ള ടോണിനുള്ള ആണ്. ഇതെന്തോ D64 എന്തോ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതും ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് തട്ടിപ്പോയിട്ട് കൊളായി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ പുറഭാഗം കൊളായി വെച്ചിട്ട് മാറ്റാൻ പറ്റില്ല, അപ്പോൾ അത് കാരണം അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഇതിപ്പോൾ ഞാൻ കൺസീലർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഫൗണ്ടേഷൻ ഇടുക. കൺസീലർ പ്ലസ് ഫൗണ്ടേഷനാണിത്. നമുക്ക് കൺമഷിയൊക്കെ ഉള്ളതുകൊണ്ട് അത് പരക്കുമോയെന്ന് അറിയില്ല. കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു കോംപ്ലക്ഷനൊക്കെ ഒരു ഈവൺ ആയില്ലേ, സെറ്റായി. ഇനി ഇനി ബ്ലഷ് ഒന്നുകൂടി ഇടണു. ബ്ലഷ് ഒന്നുകൂടി ഇട്ടു. ഇടികൊണ്ട പോലെയാവും അല്ലേ. ബ്ലഷ് ഇട്ടു. ഐ ഷാഡോ ഒന്നുകൂടി ഇടാം. കുറച്ചുകൂടി ഒരു സെറ്റപ്പ് ആക്കിയിട്ട് വേറൊരു ഷെയ്ഡിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു പടക്കാം. എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, കോൾഡ് ഉണ്ട് എനിക്ക്, അത് കാരണം. ഓക്കെ, സോ സെറ്റായി. കണ്ണൊക്കെ സെറ്റാണ് ഓൾറെഡി. ഒന്നുകൂടി എഴുതി കൊടുക്കാം. ഓക്കെ, നൗ എന്താണ്, ലിപ്സ്റ്റിക് ഇടാം. മൂക്കുത്തി ഒന്ന് മാറ്റണം കേട്ടോ, മൂക്കുത്തി മാറ്റാം.
മൂക്കുത്തി ഒന്ന് ഞാൻ മാറ്റി കൊടുക്കാം. സിമ്പിളാണിത്. കുറച്ചും കൂടി വലുതിടാം. ഇത് സിമ്പിൾ വണ്ണായിരുന്നു. നോസ്പിൻ ഈ മൂക്കുത്തിയാക്കി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അതും ആനന്ദേട്ടൻ മേടിച്ചെന്നതാണ്. നിക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് സോഫ്റ്റ് മാറ്റ് റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഷെയ്ഡ്. ഇത് I don't know how ആനന്ദേട്ടൻ picks the best. കുറേ ഇൻസ്റ്റഗ്രാമിങ്ങനെ വീഡിയോ കണ്ടിട്ടായിരിക്കും. ഓക്കെ, ഇതിങ്ങനെയല്ല. ഇത് കുറച്ച് കഴിഞ്ഞ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ സെറ്റ് കളറുണ്ടോ ഞാൻ പറഞ്ഞുതരാം. നിക്സിൻ്റെ നിക്സ് പ്രൊഫഷണൽ മേക്കപ്പ് റൂം SMLC 32 എന്ന് പറഞ്ഞിട്ടുള്ള. ഇനി ഓർണമെൻറ്റ്സ്, ഡ്രസ്, അതെല്ലാം മെയിനായിട്ടുള്ളത്. ഓക്കെ, ഞാൻ സാധനങ്ങളൊക്കെ തിരിച്ച് പാക്ക് ചെയ്യാണ്. കാരണം ചന്തു വന്നാൽ ഇപ്പം ഇതൊക്കെ തരിപ്പണാക്കും. അപ്പോൾ അത് കാരണം ലിപ്സ്റ്റിക്സൊക്കെ എൻ്റെ ബാഗിൽ തന്നെയാണ്, എൻ്റെ സ്ലിംഗ് ബാഗിൽ തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കാറ്. കാരണം നമുക്ക് എപ്പോഴാണ് ലിപ്സ്റ്റിക്ക് പെട്ടെന്ന് ഇടേണ്ടി വരിക പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ ലിപ്സ്റ്റിക്കും വയ്ക്കും. പിന്നെ എൻ്റെ ബാക്കിയുള്ള സെറ്റപ്സ് ഒക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ കുറച്ചും തുടുപ്പ് കിട്ടിയില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത തുടുപ്പാണ്. അപ്പോൾ എടുത്ത് വയ്ക്കട്ടെ സാധനങ്ങൾ. ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. ഇത് എൻ്റെ സന്തത സഹചാരിയാണ്. ഞാൻ എവിടെ പോകണ്ടെങ്കിലും വേറെ ഒന്നും എടുത്തു വെച്ചില്ലെങ്കിലും ഇതെടുത്ത് വയ്ക്കും. എന്നുവെച്ചാൽ ഞാൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു രാവിലെ പോയി വൈകുന്നേരം വരികയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ സൺസ്ക്രീൻ മാത്രം എടുത്തിട്ട് ബാഗിലിടും. പക്ഷേ വേറെ എവിടെ പോവുകയാണെങ്കിലും സ്റ്റേ ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഈ ബാഗിലാണ്ട് പറ്റില്ല. അങ്ങനെയാണ്, അത്രയും അഭേദ്യ ബന്ധമാണ് എനിക്ക് ഈ മേക്കപ്പ് ബാഗിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ ജ്വല്ലറി ഒക്കെ റെഡിയാണ്. അടുത്ത ലുക്കിനുള്ള 2 ജ്വല്ലറി റെഡിയാണ്. ഇതാണ് ഇടാൻ പോകുന്ന വള. ഇതെല്ലാം സെറ്റാണ്. പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരട്ടെ. ചന്തു വരുമ്പോഴേക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കട്ടെ. പാവം. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് ഇട്ട് വരാം, എൻ്റെ ജ്വല്ലറി ഇടാം. സോ ദിസ് ഇസ് മൈ കോസ്റ്റ്യൂം നമ്പർ 2. ദിസ് ഇസ് ഫ്രം കുലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്. അവർ അയച്ചു തന്നതാണ്. ബാക്കിയൊക്കെ സെറ്റായി. ഇനി ഓർണമെൻറ്റ്സ് ഇടേ വേണ്ടു. അപ്പം ഐ വിൽ ഷോ യു. എനിക്ക് ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾക്ക് കാണിക്കാനുള്ള 2 സെറ്റ് ഓർണമെൻറ്റ്സ് ഐ വിൽ ഷോ യു. ഫസ്റ്റ് ഇസ് ബൈ അലങ്കാര ബൈ റോസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അലങ്കാര എന്നുള്ള ഒരു സെറ്റാണ്. അത് അലങ്കാര റോസ്ലിൻ ഒരുപാട് കാലം മുമ്പ് എനിക്കിവിടെ 2-3 വർഷം മുമ്പ് എനിക്ക് ഇങ്ങനെ സെറ്റുകൾ അയച്ചു തുടങ്ങിയതാണ്. അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പീസസൊക്കെ എനിക്ക് അയക്കാറുണ്ട്. അപ്പോൾ അതിലൊരു ഇപ്രാവശ്യത്തെ ഈ ഇൻവിസിബിൾ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൻ്റെ സെറ്റാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. ഒരു പാലക്കയുടെയാണ്. ഞാനിടാം. ആഹാ, see how beautiful and elegant this is. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇടണം. അപ്പോഴാണ് അതിൻ്റെ ചന്തു വന്നു ഗൈസ്, ചന്തു വന്നു. ഇനി എന്തൊക്കെയാ നടക്കുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. ചന്തു വന്നു. ഏത് നിമിഷവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചന്തുവിനെ പ്രതീക്ഷിക്കാം. കണ്ടോ, ഇത് അലങ്കാരയുടെ സെറ്റാണ്. അതിൻ്റെ തന്നെ കമ്മലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ, this is the kammal. ഷൂട്ടൊന്നും വേണ്ട. ഇല്ലേ, ഒന്ന് വാടാ. ചന്തു പിണങ്ങിപ്പോയി. അപ്പം ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനൊരു സെക്കൻഡ് ഓർണമെന്റ് കാണിക്കാം. അതും മറ്റൊരു ടീം ചെയ്തതാണ്. മറ്റൊരു ടീം അയച്ചൊരു സെറ്റ് കാണിച്ചു തരാം. ചന്തു, ഹൗ വാസ് യുവർ ഡേ?
എന്താ ചെയ്തേ? എന്താ ചെയ്തേ? പ്രീതി മിസ് ഉണ്ടായിരുന്നോ? ഇന്ന് പ്രീതി മിസ് ലീവാ? അതെയോ? ഇന്ന് അപ്പൊ തന്നെ പോയി ഇത്ര പ്രീതി മിസ്. ഇങ്ങോട്ട് വരൂ. ചന്തു വരുന്നില്ല വീഡിയോയില്. ഓക്കെ, ഇത് വേറൊരു മാല. ഇത് രുക്മിണി അഡോൺമെന്റ്സ് എന്നാണ് എൻ്റെ ഓർമ്മ. രുക്മിണിക്കാർ അയച്ചതാണ്. രുക്മിണി എന്ന് തന്നെയാണ് കുട്ടിയുടെ പേരും. അപ്പൊ അവർ അയച്ചെന്ന മാലയാണ് ഇത്. ഓ, ദിസ് ഇസ് ഓൾസോ സോ കൂൾ. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 സെറ്റ്. ഇതിലേത് രണ്ടും ഞാൻ കാണിക്കാം. ഇതിനാകുമ്പോൾ കമ്മൽ വേറെ ഇടേണ്ടി വരും. പിന്നെ ഞാൻ ഇടാൻ പോണ വള ഇതാണ്. ഓക്കെ, അപ്പം ഇനി എങ്ങനെ മുല്ലപ്പൂ വയ്ക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് ഭംഗിയുണ്ടോ? എന്താടോ ചന്തു, ഒന്ന് ഹെൽപ്പ് ചെയ്യോ അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ചന്തു സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പൂ വയ്ക്കാൻ? വെച്ചോടോ, അച്ഛൻ വെച്ചേരട്ടെ. ഇത് മാത്രമേ കൂടെ ഒരു ക്ലിപ്പുള്ളൂ. ഇങ്ങനെ ഇട്ടാലോ? ഞാൻ മുടി കെട്ടിയിട്ട് അത്ര അങ്ങോട്ട് ശരിയാവണില്ല. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, കൊള്ളാമോ? ഓക്കെ, സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ചന്തും ആനന്ദേട്ടനും ഇവിടെ മാറി മാറി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, 2 പേര്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി എന്താ പറയുക, എൻ്റെ ഡ്രസ്സൊന്ന് ഞാൻ കാണിച്ചു തരാം. ആനന്ദേട്ടാ, ഐ നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഡ്രസ്സ് ആൻഡ് മൈ ലുക്ക്. ഇവിടെ ചന്തുവിന്റെ വക വീഡിയോഗ്രാഫി കിട്ടിയാ? നല്ല വീഡിയോ കിട്ടിയാ ചന്തു? നല്ല വീഡിയോ കിട്ടിണ്ടാ? നോക്കട്ടെ. അമ്മയെ കാണാൻ എങ്ങനെയുണ്ട് ചന്തു? ഫോട്ടോയിൽ എങ്ങനെയുണ്ട്? എന്തോ ഇഷ്ടായ, സൂപ്പറായിണ്ടാ? എൻ്റെ ഓണം മേക്കപ്പ് ലുക്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. ഞാൻ മേക്കപ്പ് വീഡിയോ ഒന്നും അധികം ചെയ്യില്ല, പറയാൻ പറ്റില്ല. വല്ലപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. എന്തായാലും ഞാൻ അത്ര മോശമായി പ്രസന്റ് ചെയ്തില്ല ഞാൻ വിചാരിക്കണേ. അപ്പോൾ താങ്ക് യു. ഹാപ്പി ഓണം. ബൈ. ഹാപ്പി ഓണം പറയുന്നത് ഇവിടേക്ക് നോക്കി.